ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള കറസ്പോണ്ടിങ് ഫങ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ലോജിക് സിസ്റ്റം ഡിസൈൻ സമയത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് പഠിച്ചു. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്, പ്രൈമറി മെമ്മറീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, സെക്കൻഡറി മെമ്മറീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ അരിത്തമെറ്റിക് ആൻഡ് കൺട്രോൾ, അരിത്തമെറ്റിക് ലോജിക് സെക്ഷൻസ്, ALU, ദെൻ കൺട്രോൾ സെക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ വീണ്ടും പറഞ്ഞ് ഉള്ള സമയം നമ്മൾ പാഴാക്കി കളയുന്നില്ല. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതൊക്കെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച നോട്ട്സ് ഒന്ന് എടുത്ത് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ആ സെയിം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു നിൽക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെമ്മറിക്കകത്ത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആണ്. അപ്പോൾ ഒരു ഡേറ്റയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് കാണും. ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വേർഡ് എന്ന് പറയുന്നത്. മേ ബി അതൊരു 1 ബൈറ്റ് 2, നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റുകൾ ചേരുന്നതാണ് 1 ബൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 8 ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണുള്ളത്. നമ്മൾ സാധാരണ വേർഡിനെ പറയുന്നത് 2 ബൈറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റ് ഒക്കെയാണ് ഒരു വേർഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ബൈറ്റ് ആകുമ്പോൾ അതിനകത്ത് 16 ബിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 16 ബിറ്റ്സ് ആണ് നമ്മൾ വേർഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡേറ്റയ്ക്കകത്ത്, ആ ഒരു സെല്ലിനകത്ത് നമ്മൾ 16 ബിറ്റ്സ് നമ്മൾ കറസ്പോണ്ടിങ് 0യോ 1ഓ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 16 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു വേർഡ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. വേർഡ് ലെങ്ത് നമുക്ക് വേണ്ടുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബിറ്റായിട്ടല്ല നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, നമ്പർ ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വേർഡ് എന്ന് പറയുന്നത്. മേ ബി 2 ബൈറ്റ്സോ 3 ബൈറ്റ്സോ 4 ബൈറ്റ്സോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞേക്കും ഇത്ര ബൈറ്റ്സ് ചേരുന്നതാണ് ഒരു വേർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ബിറ്റ്സ് ആയിരിക്കും ആ വേർഡിനകത്ത് വരിക. ആ ബിറ്റ്സിൻ്റെ എണ്ണം ഇപ്പോൾ 16 ബിറ്റുകൾ ചേരുന്നതാണെങ്കിൽ 16 എന്ന് പറയുന്നതാണ് ആ വേർഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജനറലൈസ്ഡ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. നേരത്തെ ഉള്ളത് നിങ്ങൾ ആ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് LSDയിൽ നമ്മൾ എഴുതിയ നോട്ട്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെമ്മറി പറഞ്ഞപ്പോൾ ക്യാഷ് മെമ്മറി പറഞ്ഞു, പ്രൈമറി മെമ്മറി പറഞ്ഞു, സെക്കൻഡറി മെമ്മറി പറഞ്ഞു. എന്തിനാണ് നമ്മൾ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്? മെയിൻ മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ക്യാഷ് മെമ്മറി എവിടെയാണ് ഇരിക്കുന്നതെന്ന്. കണ്ടോ, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ പ്രോസസ്സർ. പ്രോസസ്സറിനും മെയിൻ മെമ്മറിക്കും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. എന്തിനാ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എല്ലാ എക്സിക്യൂഷൻസും നമുക്ക് നടക്കുന്നത് മെയിൻ മെമ്മറിയിൽ വന്നാണ് അല്ലേ. അതുപോലെ എല്ലാ ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും കിടക്കുന്നത് എവിടെയാണ്? മെയിൻ മെമ്മറിയിലാണ്. അപ്പോൾ പ്രോസസ്സറിന് എന്തെങ്കിലും ഡേറ്റയോ ഇൻസ്ട്രക്ഷനോ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്ന് വേണം പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കുറച്ച് ഡേറ്റാസ് എടുത്ത് പ്രോസസ്സർ പ്രോസസ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി റീസെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ ക്യാഷ് മെമ്മറി കൊണ്ട് പ്ലേസ് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രോസസ്സറിന് ഈ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. പ്രോസസ്സറിനകത്ത് തന്നെ ക്യാഷ് മെമ്മറി ഇരിക്കുന്നത് കൊണ്ട് പ്രോസസ്സറിന് എന്ത് വരുന്നില്ല, ആക്സസ് ടൈം വളരെ കുറവായിരിക്കും. ഇവിടുന്ന് എടുത്ത് തിരിച്ചു പോകുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി നമുക്ക്, അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ വേണ്ടുന്ന റീസെൻ്റ് കാര്യങ്ങൾ നമ്മൾ ക്യാഷ് മെമ്മറി കൊണ്ടുവച്ചാൽ പ്രോസസ്സിംഗ് സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ മെയിൻ മെമ്മറിയുടെ ആക്സസ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് പ്രോസസ്സർ. പ്രോസസ്സറിനകത്ത് തന്നെയാണ് നമ്മളൊരു ചിപ്പായിട്ട് ക്യാഷ് മെമ്മറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ മെമ്മറിയിൽ നിന്ന് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാഷിൽ കൊണ്ടുവെക്കാം ഫോർ ഫർദർ യൂസേജ് ഓഫ് പ്രോസസ്സറിന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം.
അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്നാൽ പിന്നെ അവിടെ പോയി മെയിൻ മെമ്മറി പോയി എടുത്തുകൊണ്ട് വന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി യൂസ് ക്യാഷ് മെമ്മറി. അതൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി പറഞ്ഞതാണ്. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഇതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പറഞ്ഞു, പ്രോസസ്സർ പറഞ്ഞു, മെമ്മറി പറഞ്ഞു. അത് ആക്ച്വലി അതിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, IO മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു IO എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൂടി ചേർത്താണ് നമ്മൾ IO മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് ബഫേഴ്സ് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ CPU എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് PC, IR, MAR, MBR, IOAR, IOBR, എക്സിക്യൂഷൻ യൂണിറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ മെമ്മറി എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കുറേ ഡേറ്റാസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി CPU-നകത്ത് എഴുതിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. PC ഈസ് പ്രോഗ്രാം കൗണ്ടർ, IR ഇസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, MAR ഇസ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR ഇസ് മെമ്മറി ബഫർ രജിസ്റ്റർ, IOAR ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് രജിസ്റ്റർ, IOBR ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബഫർ രജിസ്റ്റർ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു CPU എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. PC രജിസ്റ്റർ ഉണ്ട്, IR രജിസ്റ്റർ ഉണ്ട്, MAR രജിസ്റ്റർ ഉണ്ട്, MBR രജിസ്റ്റർ ഉണ്ട്, പിന്നെ IOAR ഉണ്ട്, IOBR. ഇത് കൂടാതെ കുറേ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്, പ്ലസ് നമ്മുടെ ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് CPU എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും ഓരോ രജിസ്റ്റേഴ്സാണ്. എന്താണ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ മെമ്മറിയെ പോലെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി പോലെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്ററും. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം മെമ്മറിയും രജിസ്റ്ററും തമ്മിൽ? വ്യത്യാസം എന്ന് പറയുന്നത് രജിസ്റ്റർ കുറച്ചുകൂടെ ഫാസ്റ്റാണ്, മെമ്മറി കുറച്ച് സ്ലോ ആണ്. എന്തുകൊണ്ട് നമ്മൾ മെമ്മറി സ്ലോ, രജിസ്റ്റർ ഫാസ്റ്റ് എന്ന് പറയുന്നു? വേറൊന്നുമല്ല, CPU-നകത്ത് തന്നെയാണ് ഈ രജിസ്റ്റേഴ്സ് എല്ലാം ഇരിക്കുന്നത്, അല്ലയോ? അന്നേരം നമുക്ക് ഡേറ്റാസ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ രജിസ്റ്റേഴ്സിനകത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് എടുത്താൽ മതി, മെമ്മറിയിലേക്ക് പോകണ്ട. അപ്പോൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു കൊണ്ടുവെക്കുന്ന സമയം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ എക്സിക്യൂഷൻ, ഇതിനകത്ത് CPU-നകത്ത് തന്നെയാണ് ഡേറ്റ ഇരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് സമയം മെനക്കെടുത്തണോ? നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഡേറ്റാസ് എടുത്തു വെച്ച് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത്, മെമ്മറി പോലെയെന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മെമ്മറി സ്ലോ ആണ്, രജിസ്റ്റേഴ്സ് ഫാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായി. രണ്ടാമത്തേതെന്ന് പറയുന്നത് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. അതായത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ മാറത്തില്ല. എന്നാൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണ്. ടെമ്പററി സ്റ്റോറേജ് മീനിങ് നമ്മൾ ആ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്താൽ അതിനകത്ത് ഓൾറെഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് 0 ആയിപ്പോവും. മനസ്സിലായോ? അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, മാറ്റാം, ഡിലീറ്റ് ചെയ്യാം, എനിത്തിങ് രജിസ്റ്റേഴ്സിനകത്ത് ചെയ്യാം. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ തന്നെ കാണും. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്താലും ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നമ്മൾ കൊണ്ടുവച്ച ഡേറ്റ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടാവും, അത് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ അതാണ് മെമ്മറി പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്, രജിസ്റ്റേഴ്സ് ടെമ്പററി സ്റ്റോറേജ് ആണ്. മെമ്മറി സ്ലോ ആണ് ആസ് കമ്പയർഡ് ടു രജിസ്റ്റേഴ്സ് ആണ്. മെമ്മറി സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും സ്ലോ എന്നല്ല പറയുന്നത്, രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മെമ്മറി കുറച്ചുകൂടി സ്ലോ ആണ്, രജിസ്റ്റേഴ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് രജിസ്റ്റേഴ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുന്നത്? അത് പ്രോസസ്സറിനകത്ത് തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ പ്രോസസ്സറിനകത്ത് CPU-നകത്ത് വരുന്ന ബേസിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ IO മൊഡ്യൂളിനകത്ത് കുറച്ച് ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ബഫർ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ CPU-ൻ്റെ സ്പീഡ് ഇൻപുട്ട് നമ്മളെ കീബോർഡ്, മൗസ് അല്ലെങ്കിൽ പ്രിൻ്റർ, സ്കാനർ അതുപോലെയുള്ള ഡിവൈസസിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പ്രോസസ്സറിന് ഭയങ്കര സ്പീഡാണ്.
അല്ലേ? വിത്തിൻ നാനോ സെക്കൻഡ്സ് ഒക്കെയാണ് ഓരോ ഇൻസ്ട്രക്ഷൻസും അത് എക്സിക്യൂട്ട് ചെയ്ത് വിടുന്നത്. നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വേർഡ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം വിത്തിൻ സെക്കൻഡ്സ് ആണ് നമുക്ക് നടക്കുന്നത്, അല്ലേ? അപ്പോൾ പ്രോസസ്സറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ 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 ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കീബോർഡ്, മൗസ്, പ്രിൻ്റർ അതുപോലെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നതിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. പ്രോസസ്സറിനെ കമ്പയർ ചെയ്ത് എല്ലാം വളരെ സ്ലോ ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് മിസ്മാച്ച് വരും. അതായത് ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോസസ്സറിലേക്ക് വരണം എന്നില്ല. ഇപ്പോൾ ഒരു ഡേറ്റ കൊടുത്തു, ആ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ഡേറ്റ കിട്ടാൻ. കാരണം നമ്മളെ കീബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് സ്ലോ ആണ്. അപ്പോൾ ഒരെണ്ണം കിട്ടി അടുത്തത് വരുന്നത് വരെ പ്രോസസ്സർ ഐഡിലായിട്ട് ടൈം വേസ്റ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ പ്രോസസ്സർ പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ടുകൾ ഒന്നിപ്പോൾ പ്രിൻ്ററിന് കൊടുത്തു, പ്രിൻ്റർ അത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് അടുത്തത് എന്ത് ചെയ്യും? പ്രോസസ്സർ അടുത്തതും അതിൻ്റെ അടുത്തതും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാനും പറ്റത്തില്ല. പ്രിൻ്ററിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസസിൽ ഇൻപുട്ടിൽ നിന്നുള്ള വാല്യൂസും ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്ന വാല്യൂസും ഒക്കെ നമുക്ക് ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലേ? പെട്ടെന്ന് വരുമ്പോൾ ഏതാണ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് അല്ലെങ്കിൽ ഏത് ഡേറ്റയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത് ഒന്നും പ്രോസസ്സറിന് അറിയാൻ പറ്റത്തില്ല. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് വരുന്നത്. പ്രോസസ്സർ അത്രയും നേരവും വെയിറ്റ് ചെയ്യുവാണ്, ഐഡിൽ സ്റ്റേറ്റിൽ നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സറിൻ്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബഫേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ടിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും ആദ്യം ഗെറ്റ് ചെയ്ത് ഈ ബഫേഴ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, വാല്യൂസ് എല്ലാം ബഫേഴ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ബഫറിൽ നിന്ന് ഓരോന്നും എന്ത് ചെയ്യും? പ്രോസസ്സറിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ബഫറിൽ കൊണ്ടുവെക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ബഫറിൽ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും ഇൻപുട്ട് ബഫറിൽ നിന്ന് എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ബഫറിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഈ പ്രിൻ്റർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ബഫറിൽ വരുന്നത് ഓരോന്ന് പ്രിൻ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ പ്രോസസ്സറിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വെയിറ്റ് ചെയ്ത് അടുത്തത് ചെയ്യേണ്ട സമയം വരുന്നില്ല. എന്തുകൊണ്ട്? ഇൻപുട്ട് ബഫറിൽ നിന്ന് അടുത്തത് എടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ബഫർ കംപ്ലീറ്റ് ആകുന്നതുവരെയും പ്രോസസ്സറിന് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഐഡിലാവേണ്ട ഒരു കണ്ടീഷൻസ് വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെ യൂസ് ചെയ്യും? നമ്മുടെ ഇൻപുട്ട് യൂണിറ്റിൽ യൂസ് ചെയ്യും, ഔട്ട്പുട്ട് യൂണിറ്റിലും യൂസ് ചെയ്യും. ബഫേഴ്സിൻ്റെ ആവശ്യം മനസ്സിലായല്ലോ. പ്രോസസ്സിൻ്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബഫേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രോസസ്സറിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയ്ക്കുള്ള ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന. നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് എടുത്താൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുത്താൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ CPU ആണ് താഴെ നമ്മൾ പ്രോസസ്സർ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സർ നമ്മുടെ CPU ആണ്. CPUവിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് രജിസ്റ്റേഴ്സ് MAR, MBR അല്ലെങ്കിൽ MDR എന്ന് പറയാം. മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ഡേറ്റ രജിസ്റ്റർ. PC ഈസ് പ്രോഗ്രാം കൗണ്ടർ, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പിന്നെ കുറേ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ദെൻ ഒരു കൺട്രോൾ യൂണിറ്റ്, ALU യൂണിറ്റ്, ദെൻ അതിന് പുറത്തായിട്ട് മെമ്മറി യൂണിറ്റും ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും. ദെൻ സിസ്റ്റം ബസ്. എന്തായിരിക്കും നമ്മൾ ഈ സിസ്റ്റം ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ ബസ് എന്തിനാണ് യൂസ് ചെയ്യുക? ആക്ച്വൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ബസ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ആ സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി തന്നെയാണ് ബസ് യൂസ് ചെയ്യുന്നത്. എന്ത് ട്രാൻസ്പോർട്ടേഷന്? നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഡിഫറെൻറ്റ് ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബസ്. ഇപ്പോൾ മെമ്മറിക്ക് പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണക്ഷൻ വരണം, എങ്കിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് മെമ്മറിയുമായിട്ടോ പ്രോസസ്സറുമായിട്ടോ ഒക്കെ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്, ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫോർ ഇൻഫർമേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഡിവൈസസ്. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡേറ്റ നമുക്ക് പ്രോസസ്സറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ എന്തൊക്കെ സ്റ്റെപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഒന്ന് MAR രജിസ്റ്റർ, MDR അല്ലെങ്കിൽ MBR രണ്ടും പറയാം കേട്ടോ. MDR അല്ലെങ്കിൽ MBR. B എന്ന് പറയുന്നത് ബഫർ, D എന്ന് പറയുന്നത് ഡേറ്റ. ഓക്കെ, അപ്പോൾ എന്താണ് MAR, എന്താണ് MARൻ്റെ പർപ്പസ്, എന്താണ് MDRൻ്റെ പർപ്പസ്, എന്താണ് PC-യുടെ പർപ്പസ്, എന്താണ് IRൻ്റെ പർപ്പസ്, എന്താണ് R02 Rn-1 രജിസ്റ്റേഴ്സിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ MAR എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇന്ന് ഞാൻ പറഞ്ഞു നമ്മൾ മെമ്മറി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഇഷ്ടംപോലെ സെല്ലുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തും ഉണ്ടാവും, ഡിഫറെൻറ്റ് അഡ്രസ്സും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ മെമ്മറിക്കും ഡിഫറെൻറ്റ് അഡ്രസ്സും ഉണ്ട്. സോ മെമ്മറിക്ക് നമ്മളിപ്പോൾ മെമ്മറിയിൽ ഒരു ഡേറ്റ വച്ചിരിക്കുന്നത് 2000 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ്സിലാണെങ്കിൽ ആ 2000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റ ഇപ്പോൾ എനിക്ക് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഞാനാദ്യം നമ്മുടെ 2000 എന്ന് പറയുന്ന അഡ്രസ്സിൽ പോയി അതെന്തു അവിടെ ഇരിക്കുന്നതെന്നുള്ളത് കണ്ട് അതിനെ എടുത്ത് പ്രോസസ്സറിൽ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് MAR, MDR, PC, IR, R02 Rn-1 എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. ഇനി ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആഡ്, ഞാൻ അസംബ്ലി ലാംഗ്വേജസ് ആണ് നമ്മൾ പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജസ് അല്ല. അസംബ്ലി ലാംഗ്വേജസ് ആണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ എല്ലാം വർക്ക് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജസിലാണ്. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ്, ആഡ് R0, R1 ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു രജിസ്റ്ററാണ്, R1 എന്ന് പറയുന്നത് വേറൊരു രജിസ്റ്ററാണ്. ആ രണ്ടിൻ്റെയും കണ്ടൻസ് തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ, ആഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, R0 R1 എന്ന് പറയുന്നത് എന്താണ്, ഇതെൻ്റെ ഡേറ്റയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത് ഏതിലാണ്, R0യിലും R1ലുമാണ്. സോ R0 R1ഉം എൻ്റെ ഡേറ്റാസാണ്. ആഡ് എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ R0 R1 എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കൊരു 4 and 7 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 എന്ന് പറയുന്നത് R0യിലും 7 എന്ന് പറയുന്നത് R1ലും ഉണ്ടെന്ന് വിചാരിക്കുക. R0യിൽ 4, R1ൽ 7. ആക്ച്വലി ഈ 4ഉം 7ഉം ഇരിക്കുന്നത് മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടുന്നത് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് വേണ്ടുന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും മെമ്മറിയിലുണ്ടാവും. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്ത് പ്രോസസ്സറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഓൾറെഡി നമ്മൾ പ്രോസസ്സറിനകത്ത് ഉണ്ട്, മെമ്മറിക്കകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ഒരു സാധനം പ്രോസസ്സറിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ പോയി എടുക്കുന്നതിന്, അത് ഡേറ്റ ആയാലും ഇൻസ്ട്രക്ഷൻ ആയാലും ഏതെടുക്കുന്നതിനും പറയുന്ന പേരാണ് ഫെച്ച്. ഓക്കെ, മെമ്മറിയിൽ നിന്ന് ഏതൊരു ഡേറ്റയും നമ്മൾ ഇൻസ്ട്രക്ഷൻ ആവട്ടെ ഡേറ്റ ആവട്ടെ ഏതാണെങ്കിലും നമ്മൾ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിന് വേണ്ടി എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫെച്ചിങ്. ഓക്കെ, ദെൻ ആ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന സാധനത്തിനെ പ്രോസസ്സറിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അതിനെ ബൈനറി ഇൻഫർമേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ബൈനറി ഇൻഫർമേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ പറയുന്നതാണ് ഡീകോഡിങ്. ഓക്കെ, ഫെച്ചിങ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡീകോഡ് ചെയ്ത ബൈനറി ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആയാലും ഒരു കമാൻഡ് ആയാലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന 3 സ്റ്റെപ്പ്, 1 ഫെച്ചിങ്, 2 ഡീകോഡിങ്, 3 എക്സിക്യൂഷൻ. 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. എക്സിക്യൂഷൻ കഴിഞ്ഞായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് കറസ്പോണ്ടിങ് എൻ്റെ ആഡ് R0 R1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ R0യ്ക്കകത്ത് 4, R1-നകത്ത് എനിക്ക് കറസ്പോണ്ടിങ്
അതുപോലെ 7 എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മെമ്മറിയിൽ നിന്ന് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ട് വരണം. എല്ലാം മെമ്മറിയിൽ ഇരിപ്പുണ്ട്, എനിക്ക് എടുത്തുകൊണ്ട് വന്ന് പ്രോസസ്സറിൽ കൊണ്ടുവന്ന് വച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഈ MAR എന്ന് പറയുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ്. MAR അഡ്രസ് ഹോൾഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സാധനം ഡേറ്റയാണെങ്കിൽ അതിനെ കൊണ്ടുവെക്കുന്ന സ്ഥലമാണ് MDR. ഇനി ഇത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് IR. അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് അഡ്രസ് രജിസ്റ്റർ MAR എന്ന് പറയുന്നത്. ഡേറ്റ ഹോൾഡ് ചെയ്യുന്നതാണ് MDR എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ മെമ്മറിയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എടുക്കണമല്ലോ. ആഡ് എവിടെയുണ്ട്? മെമ്മറിയിലുണ്ട്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ആഡ് കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻ എനിക്കറിയാം. ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻ എനിക്കറിയാം. ഓക്കെ, ആ മെമ്മറി ലൊക്കേഷൻ സേ ഇറ്റ് ഈസ് 2000. ഓക്കെ, ആഡ് കിടക്കുന്നത് 2000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണെന്ന് വെക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കറസ്പോണ്ടിങ് അഡ്രസ്സ് എനിക്കറിയാം. ഏത് അഡ്രസ്സ്? 2000 ആണ് എൻ്റെ അഡ്രസ്സ്. സോ ഞാൻ ആ അഡ്രസ്സ് ഈ MAR രജിസ്റ്ററിൽ കൊണ്ടുവെക്കും. അപ്പോൾ MAR രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000. ഓക്കെ, ഈ 2000 ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ബസ് വഴി എവിടേക്ക് പോവും? മെമ്മറിയിലേക്ക് പോവും. സോ മെമ്മറി എന്ന് പറയുമ്പോൾ കുറേ സെല്ലുകളുണ്ട്. അപ്പോൾ ഇതാണ് 2000 എന്ന് വിചാരിക്കുക. ഇതിനകത്താണ് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കിടക്കുന്നത്. സോ 2000 എന്ന് പറയുന്ന ഒരു നമ്മുടെ കറസ്പോണ്ടിങ് കാര്യങ്ങൾ വരും. അവിടെ നിന്ന് ഇരിക്കുന്ന ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് തിരിച്ച് ഇതുവഴി വന്ന് MDR എന്ന് പറയുന്നതിനകത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ ഇപ്പോൾ MDRനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആഡ്. പക്ഷേ നമുക്ക് ഡേറ്റ മാത്രമേ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ആഡിനെ അതേപോലെ എവിടെ കൊണ്ടുവെക്കും? IRൽ കൊണ്ടുവെക്കും. ഓക്കെ, മനസ്സിലായോ? ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അറിയാം 2000. സോ ഞാൻ ആ 2000 MAR രജിസ്റ്ററിൽ കൊണ്ടുവച്ചു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ കൊണ്ടുവച്ചു. ദെൻ അവിടെ നിന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ബസ്സിലേക്ക് വന്നു. ബസ്സിൽ നിന്ന് നേരെ അത് മെമ്മറിയിലേക്ക് പോയി. മെമ്മറിയിൽ നിന്ന് എനിക്ക് കറസ്പോണ്ടിങ് 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഞാൻ കണ്ടുപിടിച്ചു. അവിടെ ഇരിക്കുന്ന ആഡ് എന്ന് പറയുന്ന ഡേറ്റയെ ഞാൻ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് ബസ് വഴി MDRൽ കൊണ്ടുവച്ചു. അപ്പോൾ MDR എന്ന് പറഞ്ഞാൽ ഞാൻ മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന സാധനം കൊണ്ടുവെക്കുന്നതാണ് MDR. അതിൽ ഡേറ്റ ആണെങ്കിൽ മാത്രമേ അവിടെ ഹോൾഡ് ചെയ്യൂ, ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ വെക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവെക്കും. ഓക്കെ, ഇനി അതേപോലെ എനിക്ക് ഞാൻ 4, 7 എന്ന് പറയുന്ന രണ്ട് ഡേറ്റ, 4 എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്നു. 7 എന്ന് പറയുന്നത് 1020 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യും, 4 മേടിക്കാൻ പോവാണ്. അപ്പോൾ 4 മേടിക്കുമ്പോൾ എനിക്കുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? എനിക്കുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ? സോ എൻ്റെ MARൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും? MAR കണ്ടൻറ്റ് 1000. ഓക്കെ, ദെൻ MAR 1000, ഈ 1000 ഇതുവഴി നമ്മുടെ ബസ് വഴി മെമ്മറിയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ കുറേ സെല്ലുകളിൽ ഞാൻ നേരത്തെ നമ്മുടെ മെമ്മറി സെല്ലുകളുണ്ട്, അതിലൊരെണ്ണം ഞാൻ 1000 ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ 1000-ൽ 4 എന്ന് പറയുന്ന ഒരു ഡേറ്റ എഴുതിയിട്ടുണ്ട്. സോ ആ ഡേറ്റ തിരിച്ച് മെമ്മറിയിൽ നിന്ന് ബസ് വഴി MDRലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ MDRൽ ഇപ്പോൾ എത്രയുണ്ട്? 4 ഉണ്ട്. ഇതെൻ്റെ ഏത് രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യണം? ഞാൻ R0, R1 എന്നാണ് ഡേറ്റ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ 4 എന്ന് പറയുന്നത് എവിടേക്ക് കൊണ്ടുപോകും? R0 എന്ന് പറയുന്നതിൽ കൊണ്ടുപോകും. അപ്പോൾ R0-ൽ 4 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ അടുത്തത് 7 എന്ന് പറയുന്ന ഡേറ്റ 1020 ആണ്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? MAR ക്ലിയർ ചെയ്തിട്ട് അവിടെ 1020
20 കൊടുക്കും. 1020 നേരെ ഇതുപോലെ നമ്മുടെ ബസ് വഴി മെമ്മറി ചെന്ന് 1020 എവിടെ ഇരിക്കുന്നു അവിടെ നിന്ന് 7 എന്ന് പറയുന്ന ഡേറ്റ എടുക്കുന്നു. തിരിച്ച് സിസ്റ്റം ബസ് വഴി എവിടേക്ക് വരും? MDRൽ വരും. അതെവിടേക്ക് വെക്കാൻ ഞാൻ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്? R1. സോ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരും R1. ഇപ്പോൾ R0ൽ 4, R1ൽ 7. ഇൻസ്ട്രക്ഷൻ എവിടെയുണ്ട്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുണ്ട്. സോ കറസ്പോണ്ടിങ് അതിൻ്റെ ഡീകോഡിങ് നടന്ന് ഇൻസ്ട്രക്ഷൻ ആഡ് ആണെന്ന് പറഞ്ഞു. സോ 4ഉം 7ഉം കൂടി ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ R0ൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. സ്റ്റോർ ചെയ്ത് റിസൾട്ട് ജനറൽ പർപ്പസ് രജിസ്റ്ററിലുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ റിസൾട്ട് എനിക്കൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവെക്കാം. ഓക്കെ, ഒരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവെക്കാം. അപ്പം ഞാനിപ്പോൾ 11 എന്ന് കിട്ടിയ ഡേറ്റ ഒരു മെമ്മറി ലൊക്കേഷനിൽ വെക്കുന്നു. മേ ബി ഇറ്റ്സ് 3000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഈ 11 കൊണ്ടുവെക്കാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ MAR എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യും. MAR ക്ലിയർ ചെയ്ത് അവിടെ എന്ത് കൊണ്ടുവെക്കും? 3000 എന്ന് പറയുന്ന അഡ്രസ്സ് വെക്കുന്നു. 3000 എന്ന് പറയുന്ന അഡ്രസ്സ്. ഓക്കെ, ദെൻ എനിക്ക് ഏതാ കൊണ്ടുവെക്കേണ്ടുന്നത്? ഡേറ്റ 11 അല്ലേ കൊണ്ടുവെക്കേണ്ടുന്നത്. അപ്പോൾ എൻ്റെ MBR എന്ന് പറയുന്ന സംഭവത്തിൽ ഞാൻ ഈ 11 കൊണ്ടുവെക്കും. നേരത്തെ നമ്മൾ ഫെച്ചിങ് ആണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ സ്റ്റോറിങ് പറയുന്നുണ്ട്. അപ്പോൾ MBRനകത്ത് 11, ഇവിടെ നിന്ന് ഞാൻ 11 അങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുവഴി പോയി മെമ്മറി ചെന്ന് എനിക്കിപ്പോൾ ഒരു 3000 ഉണ്ട്. ഈ 3000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു. അതുപോലെ MDRൽ നിന്ന് ഈ 11 എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു, മെമ്മറിയിലേക്ക് വന്നു. ആ ആക്റ്റീവ് ചെയ്ത മെമ്മറി ലൊക്കേഷനിലെത്തി അവിടെ എന്ത് ചെയ്യും? 11 കൊണ്ട് സേവ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 ഓപ്പറേഷൻസ് മെമ്മറിയിൽ നടന്നു, റീഡിങ് ഓപ്പറേഷൻസും റൈറ്റിംഗ് ഓപ്പറേഷൻസും. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് റീഡിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് എടുത്ത് പ്രോസസ്സറിലേക്ക് കൊണ്ടുവരിക. റൈറ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലേക്ക് ഡേറ്റ എടുത്തുകൊണ്ട് വയ്ക്കുക. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ MAR ആൻഡ് MDR ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ MAR MDR എന്ന് പറയുന്നതിൻ്റെ ആ കണക്ഷൻ ആരോസ് ശ്രദ്ധിച്ചോ? MAR MDR എന്ന് പറയുന്നതിൻ്റെ കണക്ഷൻ ആരോസ് ശ്രദ്ധിച്ചോ? കണക്ഷൻ ആരോസ് നോക്കുമ്പോൾ MAR എന്ന് പറയുന്നതിൻ്റെ ഒരു ആരോയേ ഉള്ളൂ. MDR എന്ന് പറയുമ്പോൾ 2 ആരോകളുണ്ട്. മെമ്മറി എന്ന് പറയുമ്പോഴും 2 ആരോകളുണ്ട് അല്ലേ? ബൈ ഡയറക്ഷണലാണ്. MAR എന്ന് പറയുന്നത് സിംഗിളാണ്, പക്ഷേ ഇതിൽ നിന്നുള്ളതെല്ലാം ഡബിൾ ഡയറക്ഷനാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറയാം അഡ്രസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണലാണ്, ഡേറ്റ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലാണ്. ഓക്കെ, വൈ അഡ്രസ് ഈസ് യൂണി ഡയറക്ഷണൽ ആൻഡ് ഡേറ്റ ഈസ് ബൈ ഡയറക്ഷണൽ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? രണ്ടായിരുന്നാലും അഡ്രസ്സ് ഏതിനെയാണ് നമ്മൾ ചെയ്യുന്നത്? മെമ്മറിയെയാണ് അഡ്രസ്സ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പോൾ മെമ്മറിക്കകത്താണ് അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണമെങ്കിലും ഇവിടേക്ക് റൈറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അഡ്രസ് ബസ് വഴി ഇവിടേക്ക് വരണം. നമുക്ക് അഡ്രസ്സ് അറിയാം, ആ അഡ്രസ്സിലേക്കാണ് നമ്മൾ പോവേണ്ടുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അഡ്രസ്സ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എഴുതണ്ട. കാരണം നമുക്ക് ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ MARൽ നമ്മളൊരു അഡ്രസ്സ് കൊടുക്കും. ആ അഡ്രസ്സ് ഇവിടെ വന്ന് ഫെച്ച് ചെയ്ത് അതിലിരിക്കുന്ന കണ്ടൻസ് ആണ് നമുക്ക് MDRലേക്ക് വരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് എനിക്ക് ഡേറ്റ ഇവിടെ മെമ്മറിയിൽ കൊണ്ടുവെക്കണമെങ്കിലും ഏത് ലൊക്കേഷനിലാണോ കൊണ്ടുവെക്കേണ്ടുന്നത് അത് ഞാൻ MARൽ കൊടുത്തു. അത് നേരെ മെമ്മറിയിൽ ചെന്നു, അവിടെ ആക്റ്റീവ് ചെയ്തു. ഏത് ഡേറ്റയാണോ റൈറ്റ് ചെയ്യേണ്ടുന്നത് അത് MDR വഴി ഞാൻ ഇവിടെ കൊടുത്തു, അവിടെ റൈറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്താൽ മതി. പക്ഷേ ഡേറ്റ എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നുമുണ്ട്, തിരിച്ച് റൈറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്രസ്സ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ, ഡേറ്റ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സറിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ MAR, MBR, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, IR ഇത്രയും രജിസ്റ്റേഴ്സ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് അഡീഷണലായിട്ട് ഒരെണ്ണം ഇരിക്കുന്നതാണ് PC എന്ന് പറയുന്നത്. PC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ?
അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൻ്റെ സീക്വൻസിങ് കൺട്രോൾ ഫ്ലോയിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ വെച്ചിട്ടായിരിക്കണം. അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഇതാണ്, അടുത്തത് ഇതാണ്, അടുത്തത് ഇതാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നേരെ ഇതിലേക്കാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ആ നമ്മുടെ എക്സിക്യൂഷൻ ഫ്ലോയെ നിയന്ത്രിക്കുന്ന രജിസ്റ്ററാണ് PC എന്ന് പറയുന്നത്. PC മീനിങ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. എന്തിനാ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ഷൻ ഒരു അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ ഒരു അഡ്രസ്സ് ഉണ്ട്, അതുപോലെ ഡേറ്റയ്ക്ക് അഡ്രസ്സ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കറസ്പോണ്ടിങ് എല്ലാത്തിനും അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിനകത്താണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് എത്ര ഡേറ്റ വാല്യൂസ് അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ എടുക്കുന്നു, അത് കഴിഞ്ഞ് ഇത് ചിലപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത് 1002 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ഇരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 1002 എന്ന് മാറും. അതായത് 1000 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത് 1002. 1002 എക്സിക്യൂട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ 1004 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1002 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 1004. അതായത് ആ ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും. ഇപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ്, ആ പ്രോഗ്രാമിന് അടുത്ത ലൈൻ വരുന്നത് ഏതാണ്, എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്, അത് കാണിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഫ്ലോയെ നിയന്ത്രിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഓരോ ലൈനും ഏത് ലൈനാണ് അടുത്തത് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നതെന്ന് പ്രോസസ്സറിന് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ അത് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ പ്രോഗ്രാം കൗണ്ടർ എന്താവും തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിലിരിക്കുന്ന വാല്യൂവിൽ നിന്ന് വീണ്ടും അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സറിന് എന്ത് ചെയ്യണ്ട, വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം സീക്വൻസിങ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ് ഫോളോ ചെയ്യുന്നത് ആരാണ്, PC ആണ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോസസ്സറും മെമ്മറിയും അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഡേറ്റ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഓക്കെ.